ഗുഡ് ഈവനിംഗ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും പ്രതികരണങ്ങളിലേക്കും വളരെ വേഗം 24 ഹെഡ്ലൈൻസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. CPIM-നെ പൊറുതിമുട്ടിക്കുന്ന വിഭാഗീയതയിൽ പ്രശ്നപരിഹാരത്തിന് നീക്കങ്ങൾ തുടർന്ന് നേതൃത്വം. ലോക്കൽ കമ്മിറ്റി സമ്മേളനം 2 വട്ടം മാറ്റിവെച്ച തിരുവല്ലയിൽ നടപടി ഉണ്ടാകുമോ എന്നുടനറിയാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നു. തിരുവല്ല നോർത്ത് ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം അല്പസമയത്തിനകം. കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ CPIM നടപടി. പാർട്ടി സമ്മേളനങ്ങൾക്ക് ശേഷം പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് നിർദ്ദേശം. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. അതിനിടെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ സമ്മേളനത്തിലും മത്സരം. കൊടുമൺ ഏരിയ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ വിശ്വസ്തൻ RB രാജീവ് കുമാറിന് വിജയം. പാർട്ടിക്കുള്ളിലെ തെറ്റായ പ്രവണതകൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പഴയതുപോലെ പാർട്ടിയിൽ വിഭാഗീയത ഇല്ല. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലയിലുണ്ടായ വിഭാഗീയത സംസ്ഥാന നേതൃത്വം കണ്ടത് ഗൗരവത്തോടെ. തെറ്റുതിരുത്താൻ നിർദ്ദേശം നൽകിയിട്ടും പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ആലപ്പുഴയിൽ CPIM നേതാവ് BJP-യിലേക്ക് പോയത് കാര്യമാക്കേണ്ടതില്ലെന്നും MV ഗോവിന്ദൻ. 24 എക്സ്ക്ലൂസീവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ വന്നു. സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിച്ചു. ആവശ്യമായ ചർച്ച നടത്തി പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നത്. ആ നടപടിയുടെ തുടർച്ചയായിട്ട് വരുന്ന നിരവധി പ്രശ്നങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ മുമ്പോട്ട്, അത് കേസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കെല്ലാം പോകുന്ന ഭാര്യയാണല്ലോ പരാതി നൽകുന്നത്. പാർട്ടി വേദിയിൽ അവഗണന എന്ന വിവാദത്തിനിടെ CPIM-ന്റെ മുതിർന്ന നേതാവ് G സുധാകരനെ സന്ദർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. സുധാകരനെ വീട്ടിലെത്തിക്കണ്ടത് ഉച്ചയോടെ. സൗഹൃദ സന്ദർശനമെന്ന് വിശദീകരണം. KC എത്തിയത് ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കാനെന്ന് G സുധാകരൻ. പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും എല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു. അതെൻ്റെ ഒരു എന്താ പറയുന്നത് നേട്ടമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ രാഷ്ട്രീയ ജീവിതം അവർക്ക് അവഗണിക്കാൻ പറ്റുന്നില്ല എന്നതിന് അർത്ഥത്തോട് വേറെ അർത്ഥമുണ്ട്. മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് G സുധാകരൻ പിന്മാറി. ഉദ്ഘാടനത്തിന് തൊട്ട് മുൻപ് തീരുമാനം മാറ്റിയത് മാധ്യമങ്ങളെ കണ്ടതോടെ. CPIM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് G സുധാകരനെ ക്ഷണിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു. ചന്ദ്രികയുടെ ചടങ്ങിൽ നിന്ന് പിന്മാറിയത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ. CPIM-നെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പരിശീലനമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നു. ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണെന്നും കണ്ണൂർ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളന വേദിയിൽ EP ജയരാജൻ. പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ്. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ പരിപാടിയിലല്ല. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ, പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? ലോകത്തിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് അങ്ങനെയാണ്. 24 എക്സ്ക്ലൂസീവ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ശോഭാ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിൽ നിർത്തി BJP സംസ്ഥാന ഘടകത്തിന്റെ റിപ്പോർട്ട്. ഈ മാസം 7, 8 തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ റിപ്പോർട്ട് ചർച്ചയാകും. ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ 4 നഗരസഭാ കൗൺസിലർമാർക്കുമെതിരെ റിപ്പോർട്ടിൽ കടുത്ത പരാമർശങ്ങൾ. ശോഭാ സുരേന്ദ്രനും കൗൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചുവെന്നും നഗരസഭയിൽ ഭരണം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും റിപ്പോർട്ടിൽ. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനം ഉണ്ടായെന്നും പരാമർശം. തെരഞ്ഞെടുപ്പിൽ എന്റെ സ്വാധീനം ഉണ്ടായി എന്നോ അല്ലെങ്കിൽ ഞാൻ വോട്ട് മറിച്ചു എന്ന് പറയുമ്പോൾ അതെനിക്കുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ BJP-യിൽ നിന്ന് എനിക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഞാൻ പരസ്യമായി ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ BJP-ക്കാർ സാധാരണ ചെയ്യുന്നത് പോലെ രഹസ്യമായി പോയി വോട്ട് മറിച്ചയാളല്ല. പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. BJP-ക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് വീണ്ടും ക്ഷുഭിതനായി K. സുരേന്ദ്രൻ.
നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ല. ഞാൻ ഇത്രയും ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ? ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു എത്തിക്സിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല. നിങ്ങളെ കാണുന്നതേ കേരള സമൂഹത്തിന് അലർജിയാണ്. അത്ര അരോചകമാണ് മാധ്യമങ്ങളുടെ കേരളത്തിലെ പ്രവർത്തനം. നിങ്ങളെ ഈ വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തരുന്നത് അതേപോലെ അച്ചടിച്ച് വിടാൻ നിങ്ങളൊക്കെ എന്തൊരു മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്, കുറച്ചൊരു മര്യാദ കാണിക്കണം. ഇല്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് കാണിച്ചു തരാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും, ചോദിക്കാൻ തന്നെയാണ്. കള്ള വാർത്തകൾ, പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും. കേരള കോൺഗ്രസ് എം UDF-ലേക്ക് മടങ്ങുമെന്ന വാർത്ത തള്ളി ഇരുപക്ഷവും. ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ സ്റ്റീഫൻ ജോർജ്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ നൽകുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ തകർക്കാനുള്ള നീക്കം. പിന്നിൽ കോൺഗ്രസിലെ ചില ആളുകളെന്ന് ആരോപണം. ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നവരാരും മുന്നണിയിൽ നിന്ന് പുറത്തായപ്പോൾ ഒപ്പം നിന്നില്ലെന്ന് സ്റ്റീഫൻ ജോർജ് 24-നോട്. ഈ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഇങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസ് പാർട്ടി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നല്ലോ കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡിന് മുമ്പിൽ. അതൊരു വലിയ ജനകീയ സമരമായിരുന്നു, ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായി. അതെല്ലാം വെച്ച് നോക്കിയപ്പോൾ ചെറിയ ആൾക്കുണ്ടായ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ വാർത്ത പടച്ചുവിട്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചർച്ച ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വാർത്ത, അവിശ്വസനീയമായ ഇല്ലാത്ത ഒരു വാർത്ത സൃഷ്ടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആരോ കേരള കോൺഗ്രസിനെ തകർക്കാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് UDF നേതൃത്വവും രംഗത്ത്. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ന്റെ ഭാഗമാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലെന്ന് മുന്നണി നേതൃത്വം. 24 ഇംപാക്ട്. കൊടകര കുഴൽപ്പണ കേസിൽ 24 പുറത്തുവിട്ട വെളിപ്പെടുത്തലിന് പിന്നാലെ തിരൂർ സതീഷിന്റെ രഹസ്യ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. നീക്കം പ്രാഥമിക മൊഴിയെടുക്കലിൽ സതീഷ് നിർണായക വിവരങ്ങൾ കൈമാറിയതോടെ കള്ളപ്പണ ഇടപാട് വ്യക്തമാക്കുന്ന വിവരങ്ങൾ തിരൂർ സതീഷ് നൽകിയെന്നാണ് സൂചന. ആദ്യ അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാടിലേക്ക് എത്താൻ തടസ്സമായത് തെളിവുകളുടെ അഭാവം. വഴിത്തിരിവായത് തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ. തിരൂർ സതീഷ് കൈമാറിയ രേഖകളിൽ ഉന്നത നേതാക്കളുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന തെളിവുകളുണ്ടെന്ന് വിവരം. കൊച്ചി സൗത്ത് മേൽപ്പാലത്തിന് താഴെ ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തം. തീയണച്ചത് 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ 3 മണിക്കൂർ പരിശ്രമിച്ച ശേഷം. ഗോഡൌണിൽ ഉറങ്ങുകയായിരുന്ന 8 തൊഴിലാളികളെ കൃത്യസമയത്ത് പുറത്തെത്തിച്ചതിനാൽ ഒഴിവായത് വൻ ദുരന്തം. വിഷപ്പുകയിൽ സമീപവാസികൾ വലഞ്ഞു. ഗോഡൌണിന് പ്രവർത്തനാനുമതി ഇല്ലെന്ന് ഫയർഫോഴ്സ്. പറഞ്ഞോട്ടെ, എനിക്കൊന്ന് അവരോട് എൻ്റെ അടുത്ത് എല്ലാ സാധനമുണ്ട്. കാരണം ഞാൻ 20 കുറ്റിയേനെ ഇവിടെ ഉണ്ട്, കാണിച്ചു കൊടുത്തില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചാൽ ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് കൂടി 2 മാസമായിട്ടില്ല. പിന്നെ കത്ത് പിടിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? പുറയുന്ന കത്ത് പിടിച്ച് എൻ്റെ കടയിലെ കത്ത് പിടിച്ചാണ്, ബേക്കോഴ്സിന് കത്ത് പിടിച്ച് വന്നേക്കുന്നത്. അതാണ് പറയുന്നത്. അവിടെ എന്താണ് സൗണ്ട് കേൾക്കുന്ന അവർ പറയണ്ടേ, ഏറ്റവും പറയുന്നത് എന്താണ് സൗണ്ട് കേട്ടെന്ന് പറഞ്ഞാൽ വയറ് മേളിൽ കൂടെ പോയിട്ടുണ്ട്, അത് പൊട്ടിയാണോ ഒന്നും പറയാൻ പറ്റില്ല. റീഗ്നേഷൻ വന്നുകൊണ്ടിരിക്കുക. റീഗ്നേഷൻ എന്ന് പറയുമ്പോൾ അടിയിലുള്ള അറിയാലോ വയറുകളും മറ്റ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസും ഉണ്ട്, അത് വീണ്ടും ഉരുകിയിട്ട് കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് JCB കൊണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ ഫോം അടിച്ചിട്ടാണത് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. സാർ, ഈ കെട്ടിടത്തിന് ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്ന് വല്ലതും അറിയാമോ? അതെല്ലാം കോർപ്പറേഷൻ വഴിയാണ് നോക്കേണ്ടത്. നിലവിൽ ഫയറിൻ്റെ ലൈസൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇല്ല. ഫയർ ലൈസൻസ് ഇല്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ സംഭരിച്ചത്? അതെ തീർച്ചയായും. അതപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് കൊടുക്കുമോ ആ കാര്യത്തിൽ? അതിന് ഫയർ റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് നമ്മളത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റാണ് നടപടി എടുക്കേണ്ടത്. തന്നെ അപ്പോൾ സ്വാഭാവികമായും ദുരന്ത നിവാരണ നിയമപ്രകാരം കേസ് വരാനും സാധ്യത? കേസ് വരേണ്ടതാണ്. അതെ അത് അവർക്കെതിരെ നടപടി ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. എല്ലാ അനുമതിയും ഉണ്ടായിരുന്നുവെന്ന് സ്ഥാപന ഉടമ G രാജുവിന്റെ അവകാശവാദം. 15 ലക്ഷം രൂപയുടെ നഷ്ടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തീ പടരാൻ കാരണം കെട്ടിടത്തിന്റെ മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ ഷോർട്ട് സർക്യൂട്ട് ആയതാണോ എന്നും സംശയം. വിശദമായി അന്വേഷിക്കും. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപം അപ്പാർട്ട്മെന്റിൽ തീപിടുത്തം. 5 വാഹനങ്ങൾ പൂർണ്ണമായി കത്തിനശിച്ചു. തീ പടർന്നത് ബേസ്മെന്റിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിൽ നിന്ന്. ആർക്കും പരുക്കില്ല.
പെട്ടെന്ന് പുകയൊക്കെ കണ്ട്. കാരണം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറിൽ നിന്നായിരുന്നു പുക വരുന്നത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കിനാണ് പറഞ്ഞ് തീപിടുത്തം ഉണ്ടായി, ഇതേപോലെ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോർ ഉള്ളവരാണ് ഇൻഫോം ചെയ്തത്. എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് കുട്ടി വന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ സൈഡ് വന്നു. ഈ ഒരു ഡോർ വന്നപ്പോൾ ലോക്ക്ഡ് ആയിരുന്നു. ആക്ച്വലി ഇത് എമർജൻസി ഡോർ ആണല്ലോ. അതെ അതെ. പക്ഷേ ഇതെന്ന് വെച്ചാൽ സേഫ്റ്റി പർപ്പസിന് വേണ്ടി ക്ലോസ് ചെയ്തിടാറുണ്ട്. പക്ഷേ എന്തായാലും ഇതിന്റെ ആക്സസ് ഞങ്ങൾക്കില്ല. അപ്പം ഞങ്ങൾ ഇവിടോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഇത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ആ സെന്ററും കഴിഞ്ഞിട്ട് നേരെ പോകണം. അതെന്ന് വെച്ചിട്ട് റിസ്ക് അപ്പോൾ അത്യാവശ്യം ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു രീതിയിൽ മാനേജ് ചെയ്തു. അപ്പോഴത്തേനും ഇത്ര അഡ്വേഴ്സ് ആയില്ലായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും സ്മോക്ക് വന്നത്. കാരണം ലിഫ്റ്റ് തീ പിടിച്ച് ആ ഒരു സീനായപ്പോഴത്തേന് ഇത്രയും പുക വന്നത്. അതിന് മുമ്പ് തന്നെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു കാര്യമായത്. ഇന്നലെ ഞാൻ ഇവിടെ ഡ്യൂട്ടി ഇവിടെ ഇരിക്കായിരുന്നു. താഴത്തുനിന്ന് കയറി വന്നിട്ടാണ് എന്നോട് വിവരം പറഞ്ഞത്. അപ്പോൾ ഒരു താഴത്തേക്ക് ഇറങ്ങി വെള്ളം കോരി വെച്ചിട്ടും നിന്നില്ല. അത് കഴിഞ്ഞ ശേഷം ഫയർഫോഴ്സിനെ വിളിച്ചു. അവർ വന്നു. അവർ വിളിച്ചതിന് ശേഷമാണ് ഒരു ഇതായത്. ആദ്യം മറ്റേ ഇതിനെ ബൈക്ക് സ്കൂട്ടിക്ക് തീ പിടിച്ചത്. അതിനുശേഷം കാറിൽ പിടിച്ചു. പിന്നെ പൊട്ടിലായപ്പോൾ ഞങ്ങൾ നീങ്ങി പോന്നു. പിന്നെ പൊട്ടലുണ്ടായിരുന്നു, ഏതെന്നറിയില്ല. മൊത്തം തീയും പൊട്ടലായിരുന്നു. അതിനവിടെ അടക്കാൻ പറ്റില്ല. 140 റൂമുണ്ട്. ഡ്യൂട്ടി പോണവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നവരും എല്ലാവരുണ്ട്. കെട്ടിടത്തിലെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായിരുന്നുവെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന തുടരും. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ. സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റി പരിശോധന നടത്തും. ഗുണഭോക്താക്കളുടെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുക. സ്പാർക്കിൽ നിന്ന് പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും. തുക തിരിച്ചുപിടിക്കുന്നതടക്കമുള്ള നടപടി പിന്നീടുണ്ടാകും. ബന്ധവ്യമായിട്ടുള്ള പ്രശ്നമാണത്. ഈ പെൻഷൻ ആളുകൾ മേടിച്ചു എന്നുള്ളത്. അതിൻ്റെ ഒരു പരിശോധന നടത്തി വിവരം പുറത്തുവിടും. ഗവൺമെൻറ് പുറത്തു വിടണമെന്ന് തന്നെയാണ് അഭിപ്രായവും. കാരണം ആളുകൾ ഇതൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. പക്ഷേ 1438 പേരെ അങ്ങനെ കണ്ടെത്തിയതായി ധനകാര്യ വകുപ്പ് അറിയിച്ചു. അവർക്കെല്ലാം ധനകാര്യ വകുപ്പ് നോട്ടീസ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എടുത്ത് അതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് അക്കാര്യങ്ങൾ പുറത്തുവിടുക തന്നെ ചെയ്യും. ഇങ്ങനെ ചെയ്തവരോട് ഒരു സന്ധി നമുക്കുണ്ടാക്കാനും കഴിയില്ല. അത് കേവലം ഒരു പണം പലിശയോടുകൂടി തിരിച്ചടക്കിൽ അവസാനിക്കുകയില്ല. കഠിനമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. 1438 എന്ന് പറയുമ്പോൾ 64 ലക്ഷം കൊടുക്കുന്നവരിൽ വളരെ വളരെ ചെറിയൊരു ശതമാനമാണ്. പക്ഷേ 1% പോലും അത് ഉണ്ടാകാൻ പാടില്ല. അതൊരു നൈതികതയുടെ കൂടി പ്രശ്നമാണ്. അപ്പോൾ ആ വിധത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. സർക്കാർ ജീവനക്കാരിലെ പെൻഷൻ തട്ടിപ്പുകാരിൽ 347 പേർ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്ന്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ 169 പേർ. മുനിസിപ്പാലിറ്റി പരിധിയിൽ ആലപ്പുഴയും പഞ്ചായത്ത് പരിധിയിൽ മണ്ണഞ്ചേരിയും തട്ടിപ്പുകാരുടെ എണ്ണത്തിൽ മുന്നിൽ. സ്ഥിരം ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെ 9201 പേർ ഖജനാവിൽ നിന്ന് തട്ടിയത് 39,27 ലക്ഷം രൂപയെന്ന് CAG റിപ്പോർട്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത് ഖേദകരമെന്ന് പ്രിയങ്ക ഗാന്ധി. ദുരന്തം നേരിട്ടതിലെ ഒത്തൊരുമ തുടർന്നും വേണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്നും വിമർശനം. നഷ്ടപരിഹാരം ലഭിക്കാൻ UDF സമ്മർദ്ദം ചെലുത്തി. സമരം ചെയ്തവരെ മർദ്ദിച്ചെന്നും പ്രിയങ്ക ഗാന്ധി MP. I spoke about the tragedy that took place almost exactly 4 months ago, and it's very sad that until now the correct compensations, the correct relief and rehabilitation has not been given to the victims of that tragedy. I will be writing to the Chief Minister of Kerala and trying to put as much pressure as possible on the centre as well to provide the rehabilitation that they deserve. But I would like to urge both the Prime Minister and the Chief Minister to provide this rehabilitation regardless of politics. മാനന്തവാടിയിലും ബത്തേരിയിലും കൽപ്പറ്റയിലെയും സ്വീകരണം ഏറ്റുവാങ്ങി വയനാടിന്റെ പുതിയ MP. വോട്ടേഴ്സിന് നന്ദി പറഞ്ഞ് മണ്ഡല പര്യടനം. ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി മാനന്തവാടി ഗാന്ധി പാർക്കിൽ എത്തിച്ചേരുകയാണ്. ആർത്തിരമ്പുന്ന അലകടൽ പോലെ, പുലൻകുത്തി ഒഴുകുന്ന മലവെള്ളപ്പാച്ചിൽ പോലെ ജനാധിപത്യ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന. വയനാട്ടിൽ താമസത്തിന് സ്ഥലം നോക്കുമെന്ന് പ്രിയങ്ക. ആവേശകരമായ റോഡ് ഷോയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് മടങ്ങി. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ട്രാക്കോ കേബിൾസ് ജീവനക്കാരൻ P. ഉണ്ണിയുടെ മൃതദേഹം സംസ്കരിച്ചു. എറണാകുളം കാക്കനാട്ടെ വീട്ടിലെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം തൃക്കാക്കര പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം.
പന്ത്രണ്ട് മാസമായി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് കാക്കനാട്ടെ വീട്ടിൽ പി ഉണ്ണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ട്രാക്കോ കമ്പനി ചെയർമാൻ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തി. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഉണ്ണി മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് കമ്പനി ചെയർമാൻ വഴുതാനത്ത് ബാലചന്ദ്രൻ 24നോട് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ചെയർമാൻ. നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയാനേ എനിക്കുള്ളൂ. ഒന്നാമത് ഞാൻ ആ കുടുംബത്തിന് ദുഃഖത്തിനൊപ്പം കമ്പനിയുടെ ചെയർമാൻ എന്നുള്ളത് ഞാനൊരു പങ്കുചേരുന്നു. ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ ഇവിടുത്തെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വീഴ്ചയ്ക്ക് ഞാനും ആ വീഴ്ച ഉത്തരവാദിയാണ്. ഇപ്പോൾ 12 മാസം ശമ്പളം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും ഉത്തരവാദിയില്ലെന്ന് പറയുന്നില്ല. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു പാക്കേജും കാര്യങ്ങളുമായിട്ട് ഒരു ഇച്ചിരി ഡിലേ ആയിപ്പോയി. ഞാൻ സമ്മതിക്കും. ആ ഡിലേ ആയതാണ് ഇതെല്ലാം സംഭവിക്കാനുള്ള കാര്യം. ഇത് സംഭവിക്കത്തില്ല. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തം. പിരിച്ചുവിടൽ കലാമണ്ഡലത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് മുൻ രജിസ്ട്രാർ NR ഗ്രാമപ്രകാശ് 24നോട്. ജീവനക്കാരെ പെരുവഴിയിൽ ഇറക്കിവിട്ടത് പോലെയാണ് ഉത്തരവെന്നും ഗ്രാമപ്രകാശ്. പ്രവർത്തനത്തെ ബാധിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. ആ സ്ഥാപനത്തിലെ 125 ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം സ്തംഭിക്കൽ മാത്രമല്ല, ഈ 125 ജീവനക്കാരും അവരെ കുടുംബവും അവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ കുട്ടികളുടെ കാര്യം എന്ത് ചെയ്യും? 60 ടീച്ചർമാർ പിന്നെ അവിടുന്ന് പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്ന. മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത് അധ്യാപക അനധ്യാപകർ ഉൾപ്പെടെ 125ഓളം താൽക്കാലിക ജീവനക്കാരെ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടിയെന്ന് രജിസ്ട്രാറുടെ ഉത്തരവ്. കൂട്ടപ്പിരിച്ചുവിടലിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രംഗത്ത്. രജിസ്ട്രാറുടെ ഉത്തരവ് പഠനത്തെ ഉൾപ്പെടെ ബാധിക്കാനും സാധ്യത. മുനമ്പം ഭൂപ്രശ്നത്തിൽ ഭൂസംരക്ഷണ സമിതിയുടെ സമരം 50ാം ദിവസത്തിൽ. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ സമരക്കാർ സ്വാഗതം ചെയ്തെങ്കിലും അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാൻ തീരുമാനം. സമരമുഖത്തുള്ളത് റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 600-ലധികം കുടുംബങ്ങൾ. സമരത്തിന് പിന്തുണയുമായി വിവിധ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും രംഗത്ത്. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ റിപ്പോർട്ട് 3 മാസത്തിനകം. തർക്കഭൂമിയിലെ താമസക്കാരുടെ അവകാശങ്ങളും താൽപര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്ന് സർക്കാരിന് ശുപാർശ ചെയ്യും. വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് മുനമ്പം ഭൂമി ഒഴിവാക്കണമെന്ന നിലപാടിൽ ഉറച്ച് സമരക്കാർ. വീണ്ടും വിലക്കയറ്റത്തിന്റെ ഇരുട്ടടി. സംസ്ഥാനത്ത് പാചകവാതക വില വർധന. വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത് 17 രൂപ. വില കൂട്ടുന്നത് തുടർച്ചയായ 5ാം മാസത്തിൽ. കൊച്ചിയിൽ വില 1827 രൂപയായി. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ കൂട്ടാത്തത് ആശ്വാസം. കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണക്കവർച്ചയിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. അറസ്റ്റിലായ ജ്വല്ലറി ഉടമ രമേശ് കവർച്ച നടന്ന ദിവസം ആക്രമിക്കപ്പെട്ട ബൈജുവിന്റെ കടയ്ക്ക് സമീപത്തെത്തി. കവർച്ചയ്ക്ക് തൊട്ട് മുൻപ് ബൈജു കടയടക്കുന്നതും മറ്റു കാര്യങ്ങളും രമേശ് നിരീക്ഷിച്ചു. തുടർന്ന് ക്വട്ടേഷൻ സംഘത്തിന് വിവരങ്ങൾ കൈമാറി. കൊടുവള്ളിയിലെ സ്വർണ്ണപ്പണിക്കാരനായ രമേശ് കവർച്ചയ്ക്ക് കൊട്ടേഷൻ നൽകിയത് 12 ലക്ഷം രൂപയ്ക്ക്. സംഭവത്തിൽ അറസ്റ്റിലായത് 5 പേർ. പ്രതികളിൽ നിന്ന് 1.3 കിലോ സ്വർണവും കൊട്ടേഷൻ തുകയായ 12 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. ശബരിമലയിൽ ഭക്തജനത്തിരക്കിൽ നേരിയ കുറവ്. ഇന്ന് 2 മണിവരെ ദർശനം നടത്തിയത് 40,000 പേർ. സ്പോട്ട് ബുക്കിംഗ് 6,000 കടന്നു. തീർത്ഥാടക തിരക്ക് കുറയാൻ കാരണം പ്രതികൂല കാലാവസ്ഥ. പമ്പ, നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സന്നിധാനത്ത് യെല്ലോ അലേർട്ട്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നവർ കൃത്യസമയത്ത് തന്നെ എത്താൻ ശ്രമിക്കണമെന്ന് ADGP S. ശ്രീജിത്ത്. സമയം പാലിക്കാത്തവർക്ക് പമ്പയിലും നിലയ്ക്കയിലും കൂടുതൽ സമയം കാത്തുനിൽക്കേണ്ടി വരും. സാധാരണയിൽ കവിഞ്ഞ തിരക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ തന്നെ കണ്ടു തുടങ്ങി. നമ്മളിപ്പോൾ 30-ാം തീയതി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും 70,000 കവിഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ബുക്കിംഗ് നടക്കുന്നത്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. 13,655ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ 6 ഫേസുകളിലായിട്ടാണ് നമ്മളിവിടെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ മിനിഞ്ഞാന്ന് പമ്പയിൽ പരിമിതമായ പാർക്കിംഗ് കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ വെളിച്ചത്തിൽ കൃത്യമായ ബന്ദോബസ്തും
മറ്റുള്ള കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള 4 ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട്. തമിഴ്നാട്ടിൽ നാശം വിതച്ച ഫിൻജാൽ ചുഴലിക്കാറ്റ് ശക്തി ക്ഷയിച്ച് ന്യൂനമർദ്ദമായി. മഴക്കെടുതിക്കിടെ ചെന്നൈയിൽ ഷോക്കേറ്റ് മരിച്ചത് 4 പേർ. പുതുച്ചേരിയിൽ വീടുകളിൽ കുടുങ്ങിയവരെ NDRF, SDRF സംഘങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും കോളേജുകളും ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചെന്നൈ എയർപോർട്ടിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും പ്രവർത്തനം സാധാരണ നിലയിൽ. ഉത്തർപ്രദേശ് സംഭലിലെ മുഗൾകാള മസ്ജിദിന്റെ നിയന്ത്രണം ആവശ്യപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയിലെ കേസിൽ മറുപടി നൽകി. പള്ളിയിൽ സർവേ നടത്താൻ മസ്ജിദ് കമ്മിറ്റി അനുവദിക്കുന്നില്ലെന്ന് വിമർശനം. 1920 ചരിത്ര സ്മാരകമായി വിജ്ഞാപനം ചെയ്ത പള്ളിയിൽ പൊതുജനത്തിന് പ്രവേശനം നിയന്ത്രിക്കണമെന്നും ASI. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ മസ്ജിദ് സന്ദർശിക്കും. തെലങ്കാനയിൽ 7 മാവോയിസ്റ്റുകളെ വധിച്ച് പോലീസ്. ഏറ്റുമുട്ടലുണ്ടായത് മുളുഗു ജില്ലയിലെ ചൽപാക്ക് വനമേഖലയിൽ. കൊല്ലപ്പെട്ടവരിൽ പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് പാപ്പണ്ണ എന്ന ബദ്രുവും. സ്ഥലത്ത് വൻ ആയുധശേഖരവും കണ്ടെത്തി. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെയെ അണുനയിപ്പിക്കാൻ BJP. ആഭ്യന്തര വകുപ്പ് കിട്ടാതെ വിട്ടുവീഴ്ച ഇല്ല എന്ന കടുത്ത നിലപാടിൽ ഷിൻഡെ. BJP സംസ്ഥാന അധ്യക്ഷൻ ഏകപക്ഷീയമായി സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചത് ഷിൻഡെയെ കൂടുതൽ ചൊടിപ്പിച്ചെന്നും സൂചന. ഈ മാസം 5 സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. വോട്ടെടുപ്പിൽ തിരിമറി ആരോപിച്ച് 11 സ്ഥാനാർത്ഥികൾ രംഗത്ത്. EVM മൈക്രോ കൺട്രോളർ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനൊരുങ്ങി ആം ആദ്മി പാർട്ടി. ആരുമായും സഖ്യത്തിനില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. ഡൽഹിയിലെ ക്രമസമാധാനം കേന്ദ്ര സർക്കാർ ബോധപൂർവം തകർക്കുകയാണെന്ന് ആരോപണം. മതഗ്രന്ഥത്തെ അവഹേളിച്ച കേസിൽ ഡൽഹി ആം ആദ്മി പാർട്ടി MLA നരേഷ് യാദവിന് 2 വർഷം തടവ്. ഇന്ത്യൻ വംശജൻ കശ്യപ് പട്ടേൽ അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ മേധാവിയാകും. നാമനിർദ്ദേശം ചെയ്തത് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗുജറാത്തിൽ വേരുകളുള്ള കശ്യപ് ആദ്യ ട്രംപ് സർക്കാരിൽ പ്രതിരോധ വകുപ്പ് ഡയറക്ടറുടെ ഉൾപ്പെടെ ചുമതല വഹിച്ചയാൾ. പുതിയ ദൌത്യത്തിൽ അതിർത്തി വഴിയുള്ള കുടിയേറ്റം നിയന്ത്രിക്കലും. 24 ഹെഡ്ലൈൻസ് പൂർത്തിയാവുന്നു.